ഹലോ ഗൈസ്, ഇത് ഒരു ജനുവരി 23 വ്യാഴാഴ്ചയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലച്ചുവിന് പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹൗസ് വാർമിങ് അടുത്തു, പിന്നെ നമുക്കവിടെ പണിയും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിന് വേദനയാന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊണ്ട് തന്നെ വേണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ജീപ്പ് കിട്ടുമോ, ജീപ്പോ ബസ്സോ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടെ ടൗണിലേക്ക് പോവാണ്. അവളുടെ പല്ലൊന്ന് കാണിക്കണം, മരുന്ന് വാങ്ങണം, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഫ്ലവർ വാങ്ങണം, ബോൾസ് വാങ്ങണം, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടോ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ്. പിന്നെ അവളുടെ പല്ല് കാണിക്കാൻ കയറ്റിയപ്പം അത് വീഡിയോ മാത്രം എന്നോട് എടുക്കാൻ വിട്ടുപോയായിരുന്നേ. അങ്ങനെ ഇതാ ഞാനും അവളും കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് പല്ല് കാണിക്കുമ്പോൾ മാത്രമുള്ള വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇതാ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓട്ടോയിലാണ് പോയത്. പിന്നെ ഇത് അവിടെ വളർത്തുന്ന ഒരു ഗിനിക്കോഴിയാണ്. കണ്ടപ്പോൾ ഒരു പേടി തോന്നി. ഞാൻ വിചാരിച്ചു ഇനി പറന്ന് വന്ന് കൊത്തുമെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ കണ്ടപ്പോഴേക്കും അത് ഓട്ടമായിരുന്നു. അതുകൊണ്ട് അതങ്ങ് പോയി. അത് കഴിഞ്ഞിതാ നമ്മൾ ബസ് അല്ല എന്താ പറയുക, ജീപ്പോ ഓട്ടോയോ അങ്ങനെ എന്തിനേലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോയിൽ പോയി അവളുടെ പല്ലും കാണിച്ച് നേരെ നമ്മൾ പോയത് ലുലുവിലേക്കാട്ടോ. അവിടെ പോയത് വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ഫ്ലവർ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 10-30 ഫ്ലവർ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ അപ്പുറത്തുനിന്ന് 1300 ചില്ലം രൂപ എത്ര എണ്ണത്തിനായിരുന്നു, 3 എണ്ണത്തിന് വാങ്ങിയതിൽ ഇവിടുന്ന് പറഞ്ഞ ഒരു 10-12 എണ്ണം നമുക്ക് 1300 ചില്ലം രൂപയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അവർ പൈസയും കുറച്ച് തന്നായിരുന്നു. പിന്നെ കുറച്ച് ബോൾസ് വേണമായിരുന്നു, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടി കുറച്ച് ബോൾസ് കൂടെ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങി നേരെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും കുറ്റ്യാടിയിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എടുത്ത ഡ്രസ്സും പിന്നെ ചന്ദ്രേടത്തിക്ക് എടുത്ത ഡ്രസ്സും, അങ്ങനെ ഞങ്ങളുടെ രണ്ടിൻ്റെയും ഡ്രസ്സൊന്ന് മാറ്റണമായിരുന്നു. എൻ്റെ ഡ്രസ്സ് വേറൊന്നുമല്ല, ഞാനൊരു പാൻറ്റ് ഷർട്ടുമായിരുന്നു എടുത്തത്. അത് പിന്നെ ഹൗസ് വാർമിംഗ് ആണ്, എല്ലാവരും വരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെന്തോണി എടുത്തു, അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ചന്ദ്രേടത്തിക്ക് അതേപോലത്തെ ഒരു സാരി ഉള്ളതുകൊണ്ട് ചന്ദ്രേടത്തിൻ്റെ മാറ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് വരാൻ സമയമില്ലാത്തത് കൊണ്ട് അവൻ അവൻ്റെ കൂട്ടുകാരനെ വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കാറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളിവിടെ തൊട്ടിപ്പാലം വരെ ആരൊക്കെയോ ഒരാൾ പവിത്രേട്ടനും ഒന്ന് പപ്പയല്ല, പവിത്രേട്ടനും വേറെ ആരോ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ നമ്മൾ നേരെ ഇറക്കി വിട്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് കുറ്റ്യാടിയിലേക്കാണ്. കുറ്റ്യാടി നമ്മൾ ഇന്നലെ എടുത്ത സൂര്യ സിൽക്സിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് എനിക്കത് മാറ്റിയിട്ടൊരു ചുരിദാർ എടുക്കണം, പിന്നെ ചന്ദ്രേടത്തിൻ്റെ ഡ്രസ്സ് മാറ്റി ചന്ദ്രേടത്തിക്ക് ഒരെണ്ണം എടുക്കണം, പിന്നെ മക്കൾക്കും കൂടെ എടുക്കാനുണ്ട്. അങ്ങനെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവനവിടെ പോസ്റ്റ് അടിച്ചിരുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. അവനെ ഞങ്ങൾ ഇരുത്തി ഞങ്ങൾ അത്രയും നേരം എന്ത് വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് ഒരു ഇഷ്ടം തോന്നുന്നവരെ നമ്മളത് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്തോണി എടുത്തു, നമ്മളവിടെ പോയി അവിടെ നിന്നൊരു ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കുറച്ച് വൈകി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പം. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഈ റോസ് ഇത് ആൻറ്റീൻ്റെ ആയിരുന്നു, ഇത് മാറ്റാൻ വേണ്ടി തന്നായിരുന്നു. പക്ഷേ എങ്കിൽ ഇതിൻ്റെ വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ആ നീല ജീൻസും ഈ വെള്ള ടോപ്പും ആയിരുന്നു കേട്ടോ. ഈ ടോപ്പും ആ നീല ജീൻസും, ആ ജീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൂട്ട് പിളേന്ന് കിടക്കുന്ന ഒരു ജീൻസായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എടുത്തത്. പിന്നെ നമ്മുടെ ഇവിടെ ദൂതും ഉണ്ട് കേട്ടോ, ദൂതും വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നായിരുന്നു. കുക്കുവിനെ വണ്ടി കയറണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷെ കുക്കുവിന് അന്നേരം പെട്ടെന്ന് തിരക്കായതുകൊണ്ട് അവന് തിരിച്ച് എന്താ പറയുക, അവന് പകരം അർജുനെ വിട്ട് അർജുനും പിന്നെ അതേപോലെ തന്നെ ഞാനും ചന്ദ്രേടത്തിയും കൂടി ആയിരുന്നു കേട്ടോ വന്നത്, ദൂതും കൂടി. അങ്ങനെ സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ രാവിലെ ലുലുന്ന് വാങ്ങിയ ഒരു ഫ്ലവർ മാത്രം നമ്മൾ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതുകൂടെ പോയി അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചന്ദ്രേടത്തി ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഹൗസ് വാർമിങ്ങിൻ്റെ 2 ദിവസം മുന്നേ എനിക്കും ലച്ചുവിനും പല്ലുവേദന തുടങ്ങിയിട്ട് അത് കുറവേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാട്ടോ എൻ്റെ പല്ലൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി. അപ്പോൾ ഇതാ വാങ്ങിയ ഈ ഫ്ലവർ മാത്രമാണ് നമ്മൾ എടുക്കാൻ വിട്ടുപോയത്, അവരോട് തരാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ പോയി എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് വീട്ടിലേക്ക് കയറുന്നൊരു വഴി. കുറച്ച് നമ്മളെന്താ പറയുക, കുറച്ച് മുകളിലെത്തുമ്പോൾ തന്നെ നമ്മൾ മടുത്തു പോകും. എന്നാലും കുഴപ്പമില്ല. ഇത് അവളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ട്. അവളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഐസ്ക്രീം ഒന്ന് കുക്കുവിനും കൊടുത്തു, ഒന്ന് അർജുനും കൊടുത്ത് അവൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എനിക്ക് ചോദിച്ചപ്പോൾ എന്നോട് പറയാം പല്ലുവേദനയല്ലേ എന്ന് ചോദിച്ചു.
പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ വേണ്ടാന്ന്. പിന്നെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ മക്കളുണ്ട്, അവർക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് അവൾ അതും എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ദിവസം. 23-ാം തീയതി രാവിലെ പോയി, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും പോയി, പിന്നെ വീട്ടിൽ വന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹൗസ് വാർമിംഗ് ആയിട്ട് പോലും തലേ ദിവസം വൈകുന്നേരം വരെയോളം, വൈകുന്നേരം അല്ല ഉച്ച വരെയോളം പണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളകത്തേക്ക് കയറുകയും സാധനങ്ങളൊക്കെ ഇറക്കിയത്. പക്ഷേ നമ്മൾ 24-ാം തീയതി, 24അല്ല 23-ാം തീയതി വ്യാഴാഴ്ച തന്നെ നമ്മൾ കുറേയൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് കയറ്റിയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് രാത്രിയിലുള്ള നമ്മുടെ ചക്കയൊരുക്കലാട്ടോ. അന്ന് എല്ലാവരും വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇതാ ചക്കയൊരുക്കലും കാര്യങ്ങളൊക്കെയാണ് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വീട്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എന്നല്ല, നമ്മുടെ ആ പ്രദേശത്തുള്ളവർ ഇങ്ങനെ തന്നെയാണ്. 2 ദിവസം മുന്നേ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഓരോ പണിക്ക് കൂടുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കുറച്ച് പേരൊക്കെ കണ്ടു ഞാൻ വീഡിയോ എടുക്കുന്നത്, ചിലരൊന്നും കണ്ടിട്ടുമില്ല വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലരുടെ ഹസ്ബൻഡുമാർ അവിടെയൊക്കെ ഉണ്ട്, ചിലരകത്തുണ്ട്. ഇത് ആൻറ്റീൻ്റെ അമ്മയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.